KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന പരാതി മുജാഹിദ് നേതാവ് ശംസുദ്ദീൻ പാലത്തിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പങ്കെടുത്ത പരിപാടിയിൽ ഷർട്ടൂരി പ്രധാനമന്ത്രിക്കെതിരെ ഗോബേക്ക് വിളി. സംസ്ഥാന ഹജ്ജ് ഹൌസ് കവാടത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസം 1-ന്. കോഴിക്കോട് മലപ്പുറം SSF 19ാമത് ജില്ലാ സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. പുതിയ പേരിനെക്കുറിച്ച് മടവൂർ വിഭാഗം മുജാഹിദുകൾക്കിടയിൽ ആലോചന. മർഹൂം നെല്ലിക്കുത്തുസ്താദിന്റെ ആദർശമോഹങ്ങളുടെ സ്മാരകം പൂവണിയുന്നു. സ്പെഷ്യൽ ഫ്യൂച്ചർ ഇന്ന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ മുഹമ്മദ് രാമന്തളി പങ്കെടുക്കുന്നു. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ റിമാൻഡിലായി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള മുജാഹിദ് മൗലവി വിഭാഗം നേതാവ് ശംസുദ്ദീൻ പാലത്തിനെ വീട്ടിലടക്കം വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയതായി പോലീസ് അറിയിച്ചു. വിദ്യാർത്ഥിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീട്ടിലും ഗുരുവായൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ലോഡ്ജുകളിലുമാണ് കൊണ്ടുപോയി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. വളമുന്നൂർ അൻസാർ അറബിക് കോളേജിൽ അധ്യാപകനായിരിക്കെ ഇവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിനിയെ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഈ മാസം 18-നാണ് ഇയാളെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതി പോലീസിന് കിട്ടിയതോടെ ഒളിവിൽ പോയ പ്രതിയെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത്. മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന എഴുത്തച്ഛന്റെ നാടായ തിരൂരിൽ നിന്ന് പ്രണയിനികൾക്ക് വേണ്ടി മുജാഹിദ് നേതാവ് ശംസുദ്ദീൻ പാലത്ത് അറബി മലയാളം, ഉറുദു, മലയാളം എന്നീ ഭാഷകൾ ചേർത്ത് പുതിയൊരു ഭാഷയ്ക്ക് രൂപകൽപ്പന ചെയ്താണ് പ്രേമക്കത്തുകൾ കൈമാറിയിരുന്നത്. കത്ത് പോലീസ് പിടിച്ചെടുത്തു. പുതിയ ഭാഷയിൽ രൂപകൽപ്പന ചെയ്ത കത്തുകൾ ഇരുവർക്കും മാത്രമേ വായിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പുത്തനത്താണിയിലെ ചെലൂരിലെ വസതിക്ക് സമീപത്തുള്ള സലഫി മസ്ജിദും പീഡനത്തിന് മറയായി ഉപയോഗിച്ചപ്പോൾ നാട്ടുകാർ ഇടപെട്ടിരുന്നു. അറസ്റ്റ് വാർത്ത പുറത്തുവന്നതോടെ സലാം പാലത്തിനും പ്രസ്ഥാനത്തിനുമെതിരെ പോസ്റ്ററുകളും ബാനറുകളുമായി നാട്ടുകാർ രംഗത്തെത്തി. റിമാൻഡ് ചെയ്ത ശംസുദ്ദീനെ കേസിനെ പറ്റിയുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്കായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെ പ്രതിയെ വീണ്ടും കോടതി ഇന്നലെ റിമാൻഡ് ചെയ്തു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ പൊതുപരിപാടിയിൽ ഷർട്ടൂരി പ്രതിഷേധം. ഡൽഹി വിജ്ഞാൻ ഭവനിൽ ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച സാമ്പത്തിക വളർച്ച സംബന്ധിച്ച രാജ്യാന്തര സമ്മേളനത്തിലാണ് സംഭവം. പ്രധാനമന്ത്രി പ്രസംഗിക്കാനെത്തവെ സദസ്സിലിരുന്ന ഒരാൾ മേശയ്ക്ക് മുകളിൽ കയറി നിന്ന് ഷർട്ടൂരി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി തിരിച്ചുപോകണമെന്നും സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ പിൻവലിക്കണമെന്നുമായിരുന്നു മുദ്രാവാക്യം. പ്രതിഷേധം കാര്യമാക്കാതെ പ്രധാനമന്ത്രി പ്രസംഗം തുടർന്നു. മിനിറ്റുകൾക്കകം സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിഷേധം നടത്തിയയാളെ വാപൊത്തി പുറത്തേക്ക് കൊണ്ടുപോയി. ബീഹാർ സ്വദേശിയായ സന്തോഷ് കുമാറാണ് പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. പാട്യാല ഹൌസ് കോടതിയിലെ അഭിഭാഷകനാണ് സന്തോഷ്. അതേസമയം പ്രതിഷേധം അപലപനീയമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ജിന്ന്, പിശാച്, അന്ധവിശ്വാസം തുടങ്ങിയ ചർച്ചകളാൽ തങ്ങളുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടുവെന്ന വിലയിരുത്തലിൽ പേരുമാറ്റുന്നതിനെക്കുറിച്ച് മടവൂർ വിഭാഗം മുജാഹിദുകൾ ആലോചിക്കുന്നു. മുജാഹിദുകൾക്കിടയിൽ ഈയിടെയായി സജീവമായ ജിന്ന്, പിശാച് വിഷയങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിലും മാധ്യമങ്ങളിലും വ്യാപകമായ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ KNM എന്നതിനു പകരം പുതിയ പേര് എന്ന ആശയം ഉയർന്നുവന്നത്. അതേസമയം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നിയമ നടപടികളും നിലനിൽക്കുന്നതിനാൽ ഇത് പ്രായോഗികമല്ലെന്ന അഭിപ്രായവുമുണ്ട്.
ഇന്നലെ കോഴിക്കോട് ടാഗോർ ഹാളിൽ നവയാഥാസ്ഥികതയുടെ ഒരു നൂറ്റാണ്ട് എന്ന വിഷയത്തിൽ നടന്ന വിശദീകരണ യോഗത്തിലാണ് ഇതേക്കുറിച്ച് KNM മടവൂർ വിഭാഗം സംസ്ഥാന ട്രഷറർ M സലാഹുദ്ദീൻ മദനി സൂചിപ്പിച്ചത്. മുജാഹിദുകൾ എന്ന പേരിൽ മറുവിഭാഗം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പലരും തങ്ങളെ സംശയത്തോടെയാണ് കാണുന്നതെന്നും പുതിയ പേരിനെക്കുറിച്ച് ആലോചിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റ് എന്ന പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഈ വിഷയം നേതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണെന്നും മദനി വിശദീകരിച്ചു. ഖുർആനിനേക്കാൾ ഹദീസിന് പ്രാധാന്യം നൽകിയതാണ് മറുവിഭാഗത്തിൽ ജിന്നും ഷെയ്ത്താനും കടന്നുകൂടാൻ ഇടയാക്കിയതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച KNM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ EK അഹമ്മദ് കുട്ടി പറഞ്ഞു. ഖുർആനിന് സമാനമായോ അതിലുപരിയായോ ഹദീസുകളെ കണ്ടതാണ് വിചിത്രാശയങ്ങൾ കടന്നുവരാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹജ്ജ് വാർത്തകൾ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ നിർമ്മിച്ച സംസ്ഥാന ഹജ്ജ് ഹൌസിലേക്കുള്ള കവാടത്തിന്റെ പണികൾ പൂർത്തിയായി. അടുത്ത മാസം 1 വൈകിട്ട് 4 മണിക്ക് കവാടത്തിന്റെ ഉദ്ഘാടനം ഹജ്ജ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷം ഹജ്ജിന് പോകുന്നവർ അടുത്ത മാസം 6 മുതൽ 20 വരെയാണ് യാത്ര തിരിക്കുക. ഹാജിമാർ 10 മണിക്കൂർ മുമ്പ് എത്തണം. തിങ്കളാഴ്ച നടക്കുന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഇത്തവണ 49,403 പേരാണ് സംസ്ഥാനത്ത് നിന്ന് ഹജ്ജിന് അപേക്ഷിച്ചവർ. ഇതിൽ ആകെ 8,279 പേർക്കാണ് അവസരം ലഭിച്ചത്. പുതുതായി അപേക്ഷിച്ച 200ഓളം പേർ മാത്രമാണുള്ളത്. ബാക്കി മുഴുവനും റിസർവ് കാറ്റഗറിയിലുള്ളവരാണ്. നിലവിൽ ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഹജ്ജ് ക്വാട്ട അനുവദിച്ചിട്ടുള്ളത്. ഹാജിമാർക്ക് ATM, സൗജന്യ സൗദി സിം കാർഡുകൾ എന്നിവ ഇത്തവണത്തെ പ്രത്യേകതയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണ് ATM നൽകുന്നത്. ഹാജിമാരുടെ പണം നഷ്ടപ്പെടുന്ന പരാതി പതിവാണ്. ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇത്തരം പദ്ധതി ഹജ്ജ് കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. ബാങ്ക് അക്കൌണ്ട് പോലും എടുക്കേണ്ട ആവശ്യമില്ല. ഹജ്ജിന് പോകുന്ന എല്ലാവർക്കും ATM കാർഡ് നൽകും. എന്നാൽ ഇതിന് ചെറിയ സർവീസ് ചാർജ് ഈടാക്കും. വിസ കാർഡാണ് SBI നൽകുന്നത്. സൗദി സിം കാർഡ് ഇവിടെ വെച്ച് തന്നെ സൗജന്യമായിട്ടാണ് നൽകുന്നത്. 10 റിയാൽ സംസാര സമയവും ഇതിലുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി റഷീദ് ആനപ്പുറം, വൈസ് പ്രസിഡന്റ് സമീർ കല്ലായി തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു. ലക്ഷദ്വീപിൽ നിന്നുള്ള ഹാജിമാരുടെ സംഘം ഒക്ടോബർ 11 യാത്ര തിരിക്കും. ഉച്ചയ്ക്ക് 1:20 വിമാനത്തിലായിരിക്കും ഇവർ യാത്ര തിരിക്കുക. 2 വളണ്ടിയർമാർ ഉൾപ്പെടെ 313 പേരാണ് ഈ വർഷം ദ്വീപിൽ നിന്നും ഹജ്ജിന് പുറപ്പെടുന്നത്. ദ്വീപിൽ നിന്ന് പുറപ്പെടുന്ന ഹാജിമാരുടെ സംഘം ഒക്ടോബർ 9 കോഴിക്കോട് ഹജ്ജ് ക്യാമ്പിലെത്തും. അതേസമയം ഹജ്ജ് യാത്ര സംബന്ധമായ അവസാനവട്ട ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഇന്ന് രാവിലെ 10 മണിക്ക് ഡൽഹിയിൽ ചേർന്നു. കേരളത്തിൽ നിന്നും പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ് പങ്കെടുത്തു. സത്യവാങ്മൂലത്തിലെ അഭാഗം മൂലം ഹജ്ജിന് അവസരം നഷ്ടപ്പെട്ടവർക്ക് യാത്രാനുമതി നൽകണമെന്ന് അദ്ദേഹം യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി യോഗം തിങ്കളാഴ്ച 10 കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ ചേരും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ഉന്നത ലക്ഷ്യത്തിൻ ശിഖരങ്ങളിലുമ്മത്തിൻ യശസേന്തി വസന്തത്തിൻ ഉഷസൊന്നുതിയായി വൃത്തിൽ മുറിയാത്ത പ്രവാഹങ്ങളിൽ ശ്രുതിയുയരും സംഗമിതാ സംഗമിതാ സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധീരരാം ശ്രേഷ്ഠ സൂഫി വര്യരിൽ നിന്നു കയ്യേറ്റി ഈ ദീപം, ജീവനേകിയും കാത്തുവണയാതെ ശീതക്കാറ്റിലും ശരവേഗം. ധീരരാം വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SSF കോഴിക്കോട് മലപ്പുറം ജില്ലാ സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. സ്വരവും ഇശലും മേളിക്കുന്ന സർഗമാനസങ്ങളുടെ വരകളും വർണ്ണനകളും ആലാപനവും മാലമൗലിദുകളുടെയും മദ്ഹ് ഗീതങ്ങളുടെയും തോരാത്ത മന്ത്രങ്ങൾ, ദഫും അറവനയും തീർക്കുന്ന സുന്ദര സംഗീതം, ഖുർആനിന്റെ ചിന്തിപ്പിക്കുന്ന ആലാപന സൗന്ദര്യം, ധർമാധിഷ്ഠിത സാഹിത്യത്തിന്റെ വിളംബരം. ഇത് സുന്നി സംഘകുടുംബത്തിന്റെ മറ്റൊരു പെരുന്നാൾ. മാപ്പിള കലകളുടെ സ്വത്വം തിരിച്ചുപിടിക്കുക കൂടിയാണിവിടെ സാഹിത്യോത്സവ്. വാദ്യോപകരണങ്ങളുടെ അലോസരപ്പെടുത്തുന്ന ശബ്ദഘോഷങ്ങളില്ലാത്ത ജന്മസിദ്ധമായ നല്ല കലയുടെയും സാഹിത്യത്തിന്റെയും അംബാസഡർമാരായ പ്രതിഭകളെ വാർത്തെടുക്കുന്ന ശാസ്ത്രീയമായ മത്സരക്രമം.
സാഹിത്യോത്സവിലൂടെ കേരളക്കരയ്ക്ക് മുന്നിൽ SSF തുറന്നിടുന്നത് പുതിയൊരു സാഹിത്യലോകം. ഏറെക്കാലത്തേക്ക് നാവിലും നിലവിലും മൂളുന്ന ഗാനശകലങ്ങളും ചിന്തിപ്പിക്കുന്ന വരകളും വരികളും വരും തലമുറയുടെ സാംസ്കാരിക നിർമ്മിതികളാകുകയാണിവിടെ. അതിനു വേദിയാകുന്ന സാഹിത്യോത്സവ സർഗപ്രതിഭകളുടെ പണിപ്പുരയും ഗൌരവമുള്ള കലാസ്വാദനത്തിനപ്പുറം കേരളീയ കലകളിൽ ഇസ്ലാമിക മാനം കണ്ടെത്തുക കൂടിയാണ് SSF സാഹിത്യോത്സവ്. SSF മലപ്പുറം ജില്ലാ സാഹിത്യോത്സവിന് ഇന്നലെ തിരൂർ തെനാളൂരിൽ തുടക്കമായി. ജില്ലാ പ്രസിഡന്റ് കെ സൈനുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. എളേറ്റിൽ മർക്കസ് വാലി ഒരുങ്ങി ഇനി 2 നാൾ സർഗവസന്തത്തിന്റെ രാപ്പകലുകൾ. SSF കോഴിക്കോട് ജില്ലാ സാഹിത്യോത്സവന് എളേറ്റിൽ മർക്കസ് വാലിയിൽ തുടക്കമായി. ജില്ലയിലെ 10 ഡിവിഷനുകളിൽ നിന്ന് എത്തുന്ന 1200ഓളം സർഗപ്രതിഭകളാണ് സാഹിത്യോത്സവിൽ മാറ്റൊരുക്കുന്നത്. മത്സരങ്ങൾ നടത്താനായി 6 വേദികളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30 സ്വാഗത സംഘം ചെയർമാൻ C മുഹമ്മദ് ഫൈസി പതാക ഉയർത്തി. കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സീദ് കുഞ്ഞിസീദി കുയത്തങ്ങൾ കൊയിലാട്ട് പ്രാർത്ഥന നടത്തി. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി K അബ്ദുൽ കലാം അനുമോദന പ്രഭാഷണം നടത്തി. 23-ന് വൈകിട്ട് 5 മണിക്ക് സമാപിക്കും. SSF സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി ജേതാക്കൾക്ക് ട്രോഫി നൽകും. ജലീൽ സഖാഫി കടലുണ്ടി അനുമോദന പ്രസംഗം നടത്തും. സയ്യിദ് അബ്ദുസബൂർ ബാഹസനവേലം, മജീദ് അരിയല്ലൂർ, അബ്ദുറഷീദ് സഖാഫി കുറ്റ്യാടി, PV അഹമ്മദ് കബീർ തുടങ്ങിയവർ പ്രസംഗിക്കും. പുതുപ്പാടി ഹൈസ്കൂളിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെ ഒറ്റപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വഴിയൊരുക്കണമെന്ന് SSF അടിവാരം സെക്ടർ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ അനിഷ്ട സംഭവം സങ്കുചിത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉപയോഗപ്പെടുത്തി വിഷയം അധാർമികവൽക്കരിക്കുന്നവർ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. MP ഉവൈസ് അധ്യക്ഷത വഹിച്ചു. KMAC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ആദർശ മോഹങ്ങളുടെ സ്മാരകസൗധം പൂവണിയുന്നു. സ്പെഷ്യൽ ഫ്യൂച്ചർ ബഹു രാമന്തള്ളി സാഹിബ് നമ്മോടൊപ്പം ചേരുന്നു. ശൈലങ്ങളിലും വിടരാം തളിരിൻ ചെടി വിത്തുകളാൽ. ബഹു മുഹമ്മദ് സാഹിബ് രാമന്തള്ളിക്ക് KMAC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ആദർശ മോഹങ്ങളുടെ സ്മാരകസൗധം പൂവണിയുകയാണ്. തഹ്കീഖുസുന്ന എന്ന പേരിൽ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സ്ഥാപനം തഹ്കീഖുസുന്ന ആദർശ പ്രബോധന പ്രചാരണ രംഗത്ത് തഹ്കീഖുസുന്ന എന്താണ് ലക്ഷ്യമാക്കുന്നത്? കേരളത്തിലെ സവിശേഷമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന പാരമ്പര്യങ്ങളെ കത്തിവെച്ചുകൊണ്ട് കടന്നുവന്ന ബിദഈ പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടിയുള്ള ഒരു പ്രബോധന സംരംഭമാണ് തഹ്കീഖ് സുന്നയിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. തഹ്കീഖ് സുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്ക് അഹ്ലുസുന്നയുടെ ആദർശം വളരെ സമഗ്രമായി തന്നെ എല്ലാ തെളിവുകളുടെയും ആധുനിക സംവിധാനങ്ങളുടെയും പിന്തുണയോടെ തന്നെ പഠിക്കാനുള്ള വേദിയാണ്. അതിന് പണ്ഡിതന്മാരുടെയും മുതാല്ലിങ്ങളുടെയും മുഅല്ലിങ്ങളുടെയും ഒക്കെ സഹകരണവും സഹായവും ലഭിക്കുന്നതോടെ തഹ്കീഖ് സുന്ന ആദർശ പ്രബോധനത്തിന്റെ ഒരു പുതിയ ചരിത്രം രചിക്കുമെന്ന വിശ്വാസത്തിലാണ് ഈ ലക്ഷ്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ കോഴ്സ് തുടങ്ങാനുള്ള പ്രചോദനം എന്താണ്? ഈ കോഴ്സ് തുടങ്ങാൻ ഞങ്ങളെ പ്രചോദിതരാക്കിയത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആദർശം കൈകാര്യം ചെയ്യുന്ന എന്നല്ല ഏകദേശം പണ്ഡിതന്മാരുടെയും ഉസ്താദായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ജീവിത അഭിലാഷമായിരുന്നു സാധാരണക്കാർക്ക് അഹ്ലുസുന്നയുടെ ആശയാദർശങ്ങൾ പഠിക്കാനുള്ള ഒരു കോഴ്സ് വേണമെന്നത്. അത് ഉസ്താദ് പലപ്പോഴായി എല്ലാവരോടും, ഉസ്താദുമായി ബന്ധമുള്ള ഏകദേശം എല്ലാ ആളുകളോടും ഉസ്താദ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഉസ്താദുമായി, ഉസ്താദിന്റെ പ്രവർത്തനങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ കൂടെ ഉസ്താദിനെ കാണാൻ പോകാറുള്ള സമയങ്ങളിൽ, പ്രത്യേകിച്ച് മുഖാമുഖം മാസികയുടെ പ്രതിനിധി എന്ന നിലയിൽ പലപ്പോഴായി ഉസ്താദിനെ കണ്ടുമുട്ടിയപ്പോഴൊക്കെയും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കോഴ്സ് തുടങ്ങാൻ ആവശ്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രബോധനവും പ്രവർത്തനവുമായിരിക്കുമെന്ന് ഉസ്താദ് സൂചിപ്പിച്ചത് കൊണ്ട്
തന്നെയാണ് ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങാൻ തീരുമാനിച്ചത്. അതിന്റെ 100% പ്രചോദനം ആദർശത്തിനു വേണ്ടി കേരളത്തിൽ പ്രവർത്തിച്ച മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദിൽ നിന്ന് തന്നെയാണ്. അള്ളാഹു അവിടുത്തെ ഖബറിടം സ്വർഗീയ പൂവനമാക്കി മാറ്റുമാറാവട്ടെ. ആമീൻ. മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദിനെ കുറിച്ചുള്ള ഓർമ്മ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കാമോ? തീർച്ചയായും. നെല്ലിക്കുത്ത് ഉസ്താദ് ആദർശത്തിനു വേണ്ടി ജീവിച്ച ഈ നൂറ്റാണ്ടിൽ ഒരു ഇതിഹാസമായിരുന്നു. ഏത് നിമിഷങ്ങളിലും ഉസ്താദിന്റെ മനോമുകുരത്തിൽ അഹ്ലുസുന്നയുടെ ആദർശത്തിന് വേണ്ടിയുള്ള പുതിയ പുതിയ പ്രവർത്തനങ്ങളായിരുന്നു ഉസ്താദിന്റെ ചിന്തയിലുണ്ടായിരുന്നത്. ഞാൻ മർക്കസ് ആർട്സ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആഴ്ചയിൽ 2 ദിവസം നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ക്ലാസ് രാവിലെ ഞങ്ങൾക്കുണ്ടാകുമായിരുന്നു. ആ സമയത്ത് ഉസ്താദിന്റെ സവിധത്തിൽ ചെന്നിരുന്ന് ക്ലാസ് കേൾക്കാൻ തുടങ്ങിയാൽ ഏത് വിഷയം ഉസ്താദ് വിശദീകരിച്ചാലും അഹ്ലുസുന്നയുടെ ആദർശത്തിന് അതുമായുള്ള ബന്ധവും അതിന്റെ തെളിവുകളും ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ആർട്സ് കോളേജിൽ പഠിക്കുന്ന ഭൗതിക വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് നൽകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉസ്താദ് എഴുതിയ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകമാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഗൗരവ വായന നടത്താൻ എനിക്ക് ലഭിച്ച ആദ്യത്തെ പുസ്തകം തന്നെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകമായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് ഉസ്താദുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിമിഷങ്ങളിൽ ഉസ്താദ് ബിദ്അത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും പിന്നണിയിൽ നിന്ന്, മുന്നിൽ പലപ്പോഴും നമ്മൾ കാണാറില്ലെങ്കിലും പിന്നിൽ നിന്നുകൊണ്ട് പണ്ഡിതന്മാരെ അതിന് സമരസജ്ജരാക്കുകയും തീക്ഷ്ണമായ ബിദ്അ വിരുദ്ധ രംഗത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥ ഉസ്താദിലുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പലപ്പോഴായി ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോ ഇന്ന് വിവാദമായി പിളർത്തിക്കളഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിക്കളഞ്ഞ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടും പ്രിയപ്പെട്ട പ്രവർത്തകരോടുമൊക്കെ ഉസ്താദ് നൽകിയ ആദർശപരമായ ഉപദേശങ്ങളും വഴികളുമാണ് ഇന്ന് മുജാഹിദിനെ പിളർത്താൻ കാരണമായ ഒരു പ്രധാന കാരണം അത് തന്നെയായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ജിന്ന് വിവാദം, ജിന്ന് കൂടൽ, ആ പ്രസ്ഥാനത്തിന് ജിന്ന് കൂടിയതിനെ ഉസ്താദ് വളരെ വിശദമായി തന്നെ അവലോകനം ചെയ്തിട്ട് നമ്മുടെ പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഓരോ സംവാദങ്ങളിൽ പോകുമ്പോഴും സംവാദത്തിന് പോകുന്ന പണ്ഡിതന്മാരുടെ കൂടെ മധ്യസ്ഥൻ എന്ന നിലയിൽ തന്നെ ഉസ്താദിന്റെ അടുത്ത് സമീപിക്കുമ്പോൾ ഉസ്താദ് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നീങ്ങിയതിന്റെ ഫലങ്ങൾ കേരളത്തിൽ നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം പിളർന്ന് തകർന്ന് തരിപ്പണമായതിന്റെ പിന്നിൽ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് തീർച്ചയായും പറയാൻ കഴിയും. ഉസ്താദിന്റെ അടുത്ത് ഒരു സമയത്ത് ചെന്നപ്പോൾ ഉസ്താദ് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് എനിക്കൊരു കഥ പറഞ്ഞു തന്നു. കഥ എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമായ ഒരു ചിന്ത തന്നെയായിരുന്നു. ആ കഥ ഞാൻ ഇന്നും എന്റെ മനസ്സിൽ ഓർമ്മിക്കുന്നു. എന്നോട് പറഞ്ഞ് എന്നെങ്കിലും എഴുതേണ്ട സമയം വന്നാൽ ഇൻഷാ അല്ലാഹ് ഇത് എഴുതണമെന്ന് പറഞ്ഞ് ഒരു കഥ പറഞ്ഞു തന്നു. വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു കഥയായിരുന്നത്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉസ്താദ് അന്ന് പറഞ്ഞു തന്ന കഥ എഴുതാൻ സമയമായിക്കൊണ്ടിരിക്കുന്നുവെന്ന്. ഇൻഷാ അല്ലാഹ് ആ കഥ ഒരു ദിവസം ഞാൻ എഴുതും. അത് ആദർശത്തിന്റെ വലിയ വിജയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ചരിത്ര സംഭവത്തിന്റെ സാക്ഷീകരണമാവുമെന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നു. തഹ്കീഖ് സുന്ന ആരാണ് ഈ കോഴ്സും സ്ഥാപനവും നയിക്കുന്നത്? രാമന്തളിയിലാണ് തഹ്കീഖ് സുന്ന എന്ന പേരുള്ള ആദർശ പഠന കേന്ദ്രം ഞങ്ങൾ സ്ഥാപിക്കുന്നത്. എങ്കിലും അതിന്റെ പരിധി ഞങ്ങൾ കാണുന്നത് മലയാളികൾ അധിവസിക്കുന്ന എല്ലാ പ്രദേശവുമാണ്. ഓരോ പ്രദേശത്തുള്ള ആളുകൾക്കും ഇവിടെ ഒന്ന് പഠിക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയും എല്ലാം ഞങ്ങൾ നൽകുന്നുണ്ട്. സൗജന്യ താമസവും ഭക്ഷണവും കോഴ്സ് കിറ്റും ഒക്കെ സൗജന്യമായി നൽകുന്നതോടൊപ്പം ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഓൺലൈനിലൂടെ പഠിക്കാനും പ്രത്യേകം രജിസ്റ്റർ ചെയ്ത സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഓൺലൈനിലൂടെ പഠിക്കാനും ഒക്കെ ഞങ്ങൾ അവസരം നൽകുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് രാമന്തളി യൂണിറ്റ് SYS ആണ്. അതിന് നേതൃത്വം നൽകുന്നത് പക്ഷേ ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന യൂണിറ്റ് കമ്മിറ്റി ആണെങ്കിലും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എന്നല്ല വിജയി ശക്തികളുടെ മുഴുവൻ പേടി സ്വപ്നമായ നമ്മുടെ യുവ പണ്ഡിതൻ ഉസ്താദ് നൗഷാദ് ഹസനിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. അതുപോലെ മറ്റ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ ഇതിന് നേതൃത്വം നൽകുന്നു. ഇതിന്റെ പിന്നിലുണ്ട്. പൊന്മുളി ഉസ്താദിന്റെ ശിഷ്യനായ ഷാഹിദ് ഹസനിയാണ് സ്ഥിരമായി ഞങ്ങൾക്ക് ഈ കോഴ്സ് നയിക്കുന്ന ട്യൂട്ടർ. ഒരുപാട് ഉസ്താദുമാരും കൂടെ ഉണ്ടാവുന്നതാണ്. പ്രബോധന രംഗത്ത് ഒരുപാട് സ്ഥാപനങ്ങളും പദ്ധതികളുമുള്ള കേരളത്തിൽ തഹ്കീഖ് സുന്നക്ക് എന്താണ് പ്രസക്തി? തഹ്കീഖ് സുന്നയുടെ പ്രസക്തി എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കേരളത്തിൽ ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങളും
പ്രബോധന പ്രവർത്തനങ്ങളും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായുണ്ടായ ഈ ആദർശപരമായ മുന്നേറ്റം വിദേഹത്തിനെ പിടിച്ചുലച്ചിട്ടുണ്ട്. ഇനി അതിന്റെ സമാപനത്തിലേക്കാണ് വിഷയങ്ങൾ പോകേണ്ടത്. സമാപനത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പ്രാദേശികമായി ഓരോ പ്രദേശത്തും അഹ്ലുസുന്നയുടെ ആശയം പഠിച്ചറിഞ്ഞ് വെൽ എക്യുപ്ഡ് ആയ ഒരു സ്ഥാപനത്തിൽ നിന്നും പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ചരമക്കുറിപ്പ് എഴുതാൻ അവർ അനിവാര്യമാണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കേരളത്തിൽ ഒരു പ്രത്യേകം കോച്ചിങ് കിട്ടിയ വിഭാഗം അനിവാര്യമായതുകൊണ്ട് തന്നെ ഇത് പ്രസക്തമായ ഒരു കോഴ്സാവുകയും ഇതിന്റെ പ്രസക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യങ്ങൾ ആ പ്രസക്തി വിളിച്ചോതുന്നതാണ്. ഇതിന്റെ പ്രസക്തി അറിയാൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമുകൾ നടക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രം കേട്ടാൽ തഹ്‌ഖീഖ് സുന്നയുടെ പ്രസക്തി എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പ്രത്യേകിച്ച് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചർച്ചകളൊക്കെ അതിലേക്ക് പ്രത്യേകം വിരൽ ചൂണ്ടുന്ന ക്ലാസുകളായിരുന്നു. മുജാഹിദിന്റെ പുതിയ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഥാപനത്തിന് വല്ലതും ചെയ്യാനുണ്ടോ? മുജാഹിദിന്റെ പുതിയ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഥാപനത്തിന് ചെയ്യാനുള്ള പദ്ധതികളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു വരികയാണ്. ഈ സ്ഥാപനത്തിന് ഒരുപാട് ഈ വിഷയത്തിൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ മുജാഹിദ് എത്തി നിൽക്കുന്ന ഒരു ലൈനുണ്ട്, ഒരു വഴിയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മുജാഹിദ് പ്രസ്ഥാനം വല്ലാതെ വേദനിച്ച് നിൽക്കുന്ന സമയമാണ്. ഇന്നിപ്പോൾ നമ്മൾ സിറാജ് പത്രത്തിലൂടെ ഇന്നലെ മുജാഹിദ് മടവൂർ വിഭാഗത്തിന്റെ പ്രസ്താവന നാം വായിച്ചു. പിന്നീട് വിശദമായ ചർച്ചകൾ ഇൻഷാ അല്ലാഹ് വരുമായിരിക്കും. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് പോലും അപമാനമായി, കേരള നെതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് പോലും അപമാനമായി കാണുന്ന ഒരു ചുറ്റുപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നീക്കം ഇങ്ങനെ പോയാൽ ഒരു മുജാഹിദ് പ്രവർത്തകനും കേരളത്തിൽ ഞാൻ അതിന്റെ ആളാണെന്ന് പറയാൻ കഴിയില്ല. ആ നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുജാഹിദുകളോട് 5 വർഷം കൊണ്ട് നിങ്ങളെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കും ഇൻഷാ അല്ലാഹ്. മുൻ വിധേയി പ്രസ്ഥാനങ്ങൾ പലതും ഭൂമിയിൽ നിന്നും ഇല്ലാതായതുപോലെ ഒരുപാട് റാഫിദീങ്ങളിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇന്ന് നമുക്ക് മുന്നിലില്ല. അതിന്റെ വകഭേദങ്ങൾ പിന്നീടുണ്ട്, പേര് മാറി വകഭേദങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വകഭേദങ്ങൾക്ക് ഇനിയും സാധ്യതകൾ ഉണ്ടാവാം. പക്ഷെ ഈ പ്രസ്ഥാനം ഇവിടെ അവസാനിക്കും, ഒരു 5 വർഷം തരൂ എന്ന് പറഞ്ഞിട്ട് 1.5 വർഷമാവുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് മുജാഹിദ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് അത് മടിയുണ്ട്, വേറെ സലഫി പ്രസ്ഥാനം എന്നോ മറ്റോ ഇനി പേരിടാം എന്ന് വരെ അവരുടെ നേതാക്കളിൽ തന്നെ ഔദ്യോഗിക നേതൃത്വത്തിൽ തന്നെ ചർച്ച വന്നത് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തകരാണ് ആ പേരിൽ ഈ നിലയിൽ ഈ പ്രസ്ഥാനത്തെ എത്തിച്ച, മുജാഹിദ് പ്രസ്ഥാനത്തെ എത്തിച്ച ആളുകൾ തന്നെയാണ് ഈ കോഴ്സിന്റെ പിന്നിലുള്ള പ്രവർത്തകര്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള കാര്യങ്ങളിലും ഇടപെടാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. തഹ്‌ഖീഖ് സുന്ന ഇടപെടും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ പറയുന്നു, ഇനിയുള്ള 3.5 വർഷം കൂടി ഞങ്ങൾക്ക് അനുവദിച്ചു തരൂ. കേരളത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ മാത്രമല്ല, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന തബ്ലീഗ് പ്രസ്ഥാനത്തെ കൂടി ഞങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിച്ചിട്ട് അസ്തമാന സൂര്യൻ ആ പ്രസ്ഥാനത്തിന്റേത് ഉടനെ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മുജാഹിദുകൾ നേരിടുന്ന ധാർമ്മിക പ്രതിസന്ധിയെക്കുറിച്ച് വാർത്ത പ്രചരിക്കുമ്പോൾ ചിലർ ധർമ്മരോഷം കൊള്ളുകയാണ്. ആ വാർത്ത ആദ്യം പുറം ലോകത്ത് അറിയിച്ച പത്രപ്രവർത്തകൻ എന്ന നിലക്ക് എന്താണ് പറയാനുള്ളത്? ആ വാർത്ത പുറം ലോകത്ത് അറിയിക്കാൻ ആദർശപരമായി തന്നെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ബാധ്യതയുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. അൽഹംദുലില്ലാഹ്, സുന്നി പണ്ഡിതന്മാരെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്ന വിഭാഗത്തിന്റെ ധാർമ്മികമായ അധപ്പതനത്തിന്റെ വഴി അടയാളപ്പെടുത്താൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് നാം ഒരാളെയും അപമാനിക്കാൻ വേണ്ടിയല്ല ആ വാർത്ത പുറത്തുവിട്ടത്. ഇസ്ലാമിനെ അപമാനിക്കുകയും ഇസ്ലാമിക തത്വസംഹിതകളിൽ സ്ത്രീക്ക് പള്ളികളിലും മറ്റും പോയി പരപുരുഷന്മാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഇസ്ലാം അനുവാദം നൽകാതിരുന്നിട്ടും അതിന്റെ പിന്നാലെ സ്ത്രീകളെ കൊണ്ടുപോകാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന മൗലവിമാർ, അവരതെന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് പലപ്പോഴും നമ്മുടെ പണ്ഡിതന്മാർ പ്രഭാഷണങ്ങളിലൂടെ പറയാറുണ്ടായിരുന്നു. അതിന് വ്യക്തമായ സൂചന നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടായപ്പോ നമ്മളത് പുറത്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ സമുദായത്തെ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ച് സമുദായത്തിന്റെ ഈ സ്ത്രീ പാതിയെ
വീണ്ടും പള്ളികൾ കൊണ്ടുപോയും മറ്റും അനാശ്വാസങ്ങൾക്കും മറ്റും വഴിവെക്കുമെന്ന് അനുഭവങ്ങളിൽ നിന്നും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ നാം ചലിച്ചത്. നാം ഇത് പറയുമ്പോ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗത്തെ ഞാൻ ഓർക്കുകയാണ്. ഈ അടുത്ത കഴിഞ്ഞ ഒരു റമദാനിന് തൊട്ടു മുമ്പ് ഒരു പ്രദേശത്ത്, മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് ഖണ്ഡന പ്രഭാഷണം നടത്തിയപ്പോ അദ്ദേഹം ചെയ്തത്, ആ പ്രദേശത്ത് ചാനലിലൂടെ വന്ന ഒരു വാർത്ത അയാൾ കാണിക്കുകയുണ്ടായി. അത് നമ്മുടെ ബഹുമാനപ്പെട്ട സഖാഫിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു. ഒരു പീഡന കഥ എന്ന പേരിൽ കെട്ടിച്ചമച്ചൊരു കഥയായിരുന്നു. പക്ഷെ അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായും അന്വേഷിച്ച ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടൊരു വസ്തുതയുണ്ടായിരുന്നു. അവിടെ ഇസ്ലാമിക പ്രബോധനം ശക്തമാക്കുകയും ക്രിസ്തീയ മിഷണറിയുടെ പ്രവർത്തനങ്ങളെ തടയിടുകയും ചെയ്തിട്ട് മുസ്ലിങ്ങളുടെ ഇസ്സത്ത് തിരിച്ചെടുക്കാൻ അട്ടപ്പാടിയിൽ സഖാഫി പ്രവർത്തിച്ചപ്പോ ക്രിസ്തീയ മിഷണറിക്ക് അത് തടയിടാൻ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ അവർ കണ്ടെത്തിയ കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ആ ഒരു തെറ്റായ കേസുണ്ടാക്കലും അതിന്റെ പിന്നാലെ ഉള്ള യാത്രയും. അതിൽ വിഘടിതരും വിദഗ്ധക്കാരും കൂട്ടുപിടിക്കുകയും അവരതിനു വേണ്ടി കൂടുതൽ ശ്രമം നടത്തുകയും ചെയ്തു. അത് ക്ലിപ്പാക്കിയിട്ട് മൗലവിമാർ തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ ഇന്ത്യ വിഷനുമായി ബന്ധപ്പെട്ട ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞത് മുജാഹിദുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു തന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായും ഈ സമുദായത്തെ ഈ വിധത്തിൽ അപമാനിക്കുന്ന ഈ വിഭാഗത്തെ പിടിച്ചുകെട്ടേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ അനിവാര്യതയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിയോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനം ഇവർ നടത്തിയാൽ സമുദായം ആപത്തിലെത്തുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ വാർത്തകളെ പ്രചരിപ്പിച്ചത്. നിങ്ങൾ ചോദിച്ചതുപോലെ ചിലർക്ക് ഈ വാർത്ത പ്രചരിക്കുമ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ, ഫേസ്ബുക്കിലൂടെ, മറ്റ് ക്ലാസ് റൂമുകളിലൂടെ, പത്രങ്ങളിലൂടെ, ചാനലുകളിലൂടെ വാർത്ത പ്രചരിക്കുമ്പോൾ അവർക്ക് ധർമ്മരോഷം വരുന്നുണ്ട്. ഈ ധർമ്മരോഷം അവർക്ക് ഇപ്പോഴുണ്ടാവേണ്ടതല്ല. ഇതിനു മുമ്പ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ പേരിൽ വരെ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളെ പോലും അപമാനിക്കുകയും ചെയ്തുകൊണ്ട് നൂറുകണക്കിന് വേദികളിൽ പ്രസംഗിക്കുകയും മുഅ്മിനീങ്ങളായ ലക്ഷക്കണക്കിന് കേരളത്തിലെ മുസ്ലിങ്ങളെ, ലോക മുസ്ലിങ്ങളെ കാഫിറാക്കുക പോലും ചെയ്തിട്ട്, അവസാനം ഹജ്ജിന് പോകുന്ന ആളെ പോലും പിടിച്ച് കാഫിറാക്കുകയും ചെയ്തിട്ട്, കേരളത്തിലെ 5ാം മന്ത്രിയായി വന്ന അലി സാഹിബിനെ കുറിച്ച് പോലും മുശ്രിക്കും കാഫിറുമാണെന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് ജനങ്ങൾക്കെതിരെ ഈ നിലയിൽ ആർത്തട്ടഹസിച്ച് വന്നപ്പോഴൊന്നും ആർക്കും തോന്നാത്ത ധർമ്മരോഷം ഈ വിഷയത്തിൽ തോന്നുന്നതിന്റെ പിന്നിൽ ഒരു വ്യക്തമായ ധാരണയും വ്യക്തമായ ചിന്തയും ഉണ്ടെന്ന് ഉറപ്പാണ്. ഈ ചിന്തയും ഈ ധർമ്മരോഷം കൊള്ളലും ഒക്കെ നടത്തുന്നതിന്റെ പിന്നിൽ ഒന്നുകിൽ വിഘടിതരോ അല്ലെങ്കിൽ വിദഗ്ധക്കാരോ ആണ്. അവർക്ക് ഈ ഷംസുദ്ദീൻ പാലത്ത് വിവാദം അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെട്ടാൽ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ ജനങ്ങൾ ഇടപെട്ടാൽ കേരളത്തെ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നറിയാം. നമ്മൾ ഇങ്ങനെ ഇടപെട്ട് കൊണ്ടുപോയാൽ മുജാഹിദ് പ്രസ്ഥാനം അസ്തമിക്കുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് ഈ അസ്തമാനത്തെ പിടിച്ചുകെട്ടാൻ, ഈ അസ്തമാന സൂര്യന്റെ മുന്നിൽ കൈ മാത്രം വെച്ച് തടുത്തു നിർത്താൻ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്തിനും അതിന്റെ ആളുകൾക്കും ഏത് പേരുകളിൽ പ്രവർത്തിച്ചാലും സാധിക്കില്ലെന്ന് ഞങ്ങൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത് മതത്തിന്റെ വിഷയമാണ്. ബിദ്അത്തുകാരനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർ നരകത്തിലെ നായ്ക്കളാണെന്നാണ്. ഇത് എന്റെ വാചകമല്ല. ഒരു മുജാഹിദും ഒരു ജമാഅത്ത് ഇസ്ലാമിയും ഒരാളും എതിർക്കാത്ത തിരുവചനമാണ്, പ്രവാചകരുടെ വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ നിലയിൽ ചിന്തിക്കൂ. ബിദ്അത്തുകാരൻ നായയാണെന്ന് പറയാൻ പ്രവാചകർ പഠിപ്പിച്ചെങ്കിൽ ബിദ്അത്തുകാരനെതിരെ അവന്റെ ദുർമുഖത്തിന്റെ എല്ലാ ലക്ഷണങ്ങളെയും നാം പറയും തോറും നമ്മുടെ ഈമാൻ വർദ്ധിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പണ്ഡിതന്മാരും ഒക്കെ നമ്മെ പഠിപ്പിച്ച ആ പാരമ്പര്യത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ അവലോകനം ചെയ്യേണ്ടുന്നത് ഒരു സുന്നി പത്രപ്രവർത്തകന്റെ ധാർമ്മിക ബാധ്യതയാണ് എന്നതുകൊണ്ട് അത് നിർവഹിച്ചിരിക്കുന്നു. ഈ നിർവഹണത്തെ തെറ്റായി തെളിയിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഈ വിധേയപക്ഷത്തുണ്ടെങ്കിൽ അവർക്ക് ഞാനുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം വേദികളെ നേരിടാൻ ഞങ്ങൾ തയ്യാറുമാണ്. അതുകൊണ്ട് തഹ്കീഖ് സുന്നയുടെ ഈ ഉദ്ഘാടനം നാളെ 4 മണിക്ക് ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാർ, ഷെയ്ഖുന AP മുഹമ്മദ് മുസ്ലിയാർ ചെറിയ AP ഉസ്താദ് നിർവഹിക്കുകയാണ്. 4 മണിക്ക് ശേഷം നൗഷാദ് ഹസനിയുടെ പുതിയ ലോകത്തെ വിധേയി പക്ഷങ്ങളെ കുറിച്ചുള്ള ചർച്ച
ഓൺലൈനിലൂടെയും അല്ലാതെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ LCD സഹിതമുള്ള പ്രഭാഷണവും കൂടി ഉണ്ടാവും. നിങ്ങളുടെ സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തുടർന്നും എല്ലാ മാസവും 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഓരോ ബാച്ചിനെയാണ് ഞങ്ങൾ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. ബഹു രാമന്തള്ളി സാഹിബ് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ, വെൽക്കം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന പരാതി മുജാഹിദ് നേതാവ് ശംസുദ്ദീൻ പാലത്തിന് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പങ്കെടുത്ത പരിപാടിയിൽ ഷർട്ടൂരി പ്രധാനമന്ത്രിക്കെതിരെ ഗോബേക്ക് വിളി. സംസ്ഥാന ഹജ്ജ് ഹൗസ് കവാടത്തിന്റെ ഉദ്ഘാടനം അടുത്ത മാസം 1-ന്. പുതിയ പേരിനെക്കുറിച്ച് മടവൂർ വിഭാഗം മുജാഹിദുകൾക്കിടയിൽ ആലോചന. കോഴിക്കോട് മലപ്പുറം SSF 19ാമത് ജില്ലാ സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlineNews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.